ഭാര്യമാരോടും പെൺകുട്ടികളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും നിങ്ങൾ പറയണം, അവർ അവരുടെ ജിൽബാബുകൾ ശരീരത്തിലേക്ക് താഴ്ത്തിയിരട്ടെ. എന്താ ജിൽബാബ് എന്ന് പറഞ്ഞാൽ? ശരീരം ഒന്നായി മൂടുന്ന പർദ്ദക്ക് പറയുന്ന പേരാണ് ജിൽബാബ്. മനസ്സിലായില്ലേ? അതാണ് മുസ്ലിം പെണ്ണിന്റെ വേഷം. ചുരിദാർ മുസ്ലിം പെണ്ണിന്റെ വേഷമല്ല, സാരി മുസ്ലിം പെണ്ണിന്റെ വേഷമല്ല. കാരണം അതൊക്കെ ശരീരത്തെ അഴക് വർദ്ധിപ്പിക്കുന്നതാണ്. പർദ്ദ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അഴക് മറച്ചു വെക്കുന്നതാണ്. അതുകൊണ്ട് ആ പർദ്ദക്ക് ചില നിബന്ധനകള് മുസ്ലിം പണ്ഡിതന്മാർ 8ഓളം നിബന്ധനകള് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, പർദ്ദ തന്നെ ആകർഷണീയമായിരിക്കരുത്. ഇന്ന് ചില പർദ്ദകൾ നമ്മളെ തലശ്ശേരിയിൽ നിന്നാണ് അതൊക്കെ ഇറങ്ങല്. 15 കണ്ണാടി കയ്യുമ്മേ, 15 കണ്ണാടി കയ്യുമ്മേ, ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ണാടി, കുറെ എംബ്രോയിഡറി. ഒരു പർദ്ദ അടിക്കാൻ 1000 റുപ്യ കിട്ടും. എന്താ? ഒരു കണ്ണാടിക്ക് 5 റുപ്യ, അത് വെച്ച് പിടിപ്പിക്കാൻ 3 റുപ്യ. അപ്പൊ 8, 100 × 8, 800 അതിനെ കിട്ടിയില്ലേ? പിന്നെ അടിച്ചതിന് 500 റുപ്യ വേറെയും. അപ്പൊ 1300, 1500 റുപ്യ പർദ്ദ അടിക്കാൻ. എന്തിനാത്? മറ്റുള്ളവരെ ആകർഷിക്കാൻ. ഒരു കല്യാണത്തിന് 3 പർദ്ദ പെണ്ണുങ്ങൾ എടുക്കണേ. മൈലാഞ്ചിന്റെ അന്ന് 1, പിന്നെ കല്യാണത്തിന്റെ അന്ന് രാവിലെ ഉച്ചോളം 1, പിന്നെ ഉച്ചയ്ക്ക് ശേഷം 1. ഇതൊക്കെ എടുത്തു കൊടുക്കുന്ന മഫന്മാരുണ്ട് ഇവിടെ. എന്നിട്ട് തല വണയം വെച്ച് പലിശയും വാങ്ങിയിട്ട് എങ്ങനെങ്കിലും ഇതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ. വൃത്തികെട്ട സംസ്കാരമല്ലേ ഇത്? ആരോ അള്ളാഹുവിന്റെ അടുക്ക് ഈ ദൂരത്തിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരൂലേ? അപ്പൊ പർദ്ദ തന്നെ ആകർഷണീയം. പർദ്ദ ഇട്ടണോ പർദ്ദയാണ്, പക്ഷെ കണ്ടാ നല്ല നോക്കിപ്പോണയാതി പർദ്ദ. അതിനങ്ങനത്തെ എംബ്രോയിഡറി, നല്ല നെറ്റിപ്പട്ടം കെട്ടിയ ആനക്കുട്ടി വരികയെന്ന് തോന്നും. ആ പർദ്ദയും ആ മഫ്തിയൊക്കെ പാട്ട്. മഫ്തന്റെ തലക്ക് ഭാഗത്ത് ഒരുപാട് മുത്തുകള്, ഈ ബാക്കിൽ നല്ലൊരു പൂവ് തുന്നിപ്പിടിപ്പിച്ചത് അല്ലെ? പിന്നെന്തിനാ പർദ്ദ ഇടുന്നത്? പർദ്ദ ഇടണമെന്ന് പറഞ്ഞത് പെണ്ണിന്റെ മാദകത്വം മറച്ചു വെക്കാനാണ്, പെണ്ണിന്റെ അഴക് വെളിവാക്കാതിരിക്കാനാണ്. പക്ഷേ അഴകിനെ ദ്വിഗുണീഭവിപ്പിക്കുന്ന തരത്തിലുള്ള പർദ്ദയായാലോ? അതുകൊണ്ട് പർദ്ദ ആകർഷകമായിരിക്കുക. അതിനാണ് കറുപ്പ് പർദ്ദ വെക്കല്ലേ. മറ്റ് കളറുകളൊക്കെ ആകർഷകമാണ്, കറുപ്പ് ആകർഷകമല്ലാത്തതുകൊണ്ടാണ് കറുപ്പ് വേണമെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പ്രത്യേകം നിഷ്കർഷിച്ചത്. അവിടെ നമ്മളെ പർദ്ദ കച്ചവടക്കാര് 313 കളറുകളിൽ 1001 ഫാഷനുകളിൽ ഇറക്കുന്നു. എന്നിട്ട് പറയാണ്, എന്താ പറയണത്? ഏത് ശരീരം മുൻകൈയും മുഖവും ഒഴികെ ബാക്കിയൊക്കെ മറച്ചാൽ പിന്നെ ഏത് കളറായാലും എന്തലങ്കാരമുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് അവർ പരസ്യത്തിൽ കൊടുക്കുന്നു. ആരാ ഞങ്ങളത് പഠിപ്പിച്ചേ? ഒരു പർദ്ദക്കാരെ പരസ്യത്തിലല്ല അത്. മുസ്ലിം പണ്ഡിതന്മാർ അതിന് എതിർപ്പില്ല. എന്ത്? ഏത് കളറുവാ, എന്ത് അലങ്കാരം ഇവ തുന്നി പിടിപ്പിക്കാൻ പാടില്ല. പർദ്ദ അലങ്കാരമായിരിക്കരുത്. രണ്ടാമത്തത്, ഇടുങ്ങിയതാകരുത്, ഇറുകിപ്പിടിച്ച പെട്ടെന്ന് ബോഡി ഷേപ്പ് പർദ്ദ ഒക്കെ തലശ്ശേരിന്ന് ഇറങ്ങുക. ഷെയ്ത്താപ്പ കൂടുതൽ ഇവിടെ ഈ വിഷയത്തിൽ കളിക്കുന്നത് ബോഡി ഷേപ്പ് പർദ്ദ. ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ അവളെ ശരീരത്തിന് ഓരോ സ്ഥലത്ത് എത്ര തടിയുണ്ട് എന്ന് പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാണ്. ബാക്കി പറയണ്ടല്ലോ. അത്തരത്തിലുള്ള പർദ്ദ ഇതെവിടെ കിട്ട് കൈന്റെ കച്ചം മുതൽക്ക് അര വരെ നല്ലോണം ടൈറ്റ് ആക്കുക. ഒരു തൊട വരെ, മുട്ടുകാലിന്റെ കുറച്ചിപ്പുറം വരെ ആ ടൈറ്റ് ആക്കി വെച്ചാൽ എല്ലാ കാണേണ്ട ഭാഗങ്ങളൊക്കെ ശരിക്കും കാണും. പർദ്ദ ഇട്ടണോ ഇട്ടീന്ന് ചുരിദാറിനെക്കാളും മോശമാണ്. മനസ്സിലായില്ലേ? അത് നേരിയ തുണി കൊണ്ടുള്ള പർദ്ദയാണെങ്കിലോ പിന്നെ പറയും വേണ്ട. ശൈത്താനാണ് ആ പെണ്ണിന്റെ കൂടെ. മനസ്സിലായിക്കോളെ. നിങ്ങളൊക്കെ സ്വന്തം ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ പർദ്ദ അതൊന്നും ഞാൻ നോക്കില്ല. ഓള് പോകും, ഓള് വാങ്ങും, ഓളടിക്കും, ഓളിടും, ഓള് നടക്കും. നിനക്കെന്താ പണി? ഭർത്താവിന്റെ ഉദ്യോഗ തന്നെ? അതൊന്നും നോക്കാൻ പറ്റൂലേ? നോക്കണതൊക്കെ. എങ്ങനത്തെ പർദ്ദ ഭാര്യ ഇടുന്നത്, എങ്ങനത്തെ പർദ്ദ മോളിടുന്നത്, എങ്ങനത്തെ പർദ്ദ പെങ്ങളിടുന്നത് നോക്കണം. ആണുങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിലൊക്കെ. അതിലൊന്നും ബാധ്യതല്ല. വെറും വൈകുന്നേരത്തിന് ചെല്ല പൊതിയും കൊണ്ട് നേരം വെളുക്കുമ്പോൾ പോരാ, വൈകുന്നേരത്ത് പിറ്റേന്നും അത്ര പൂശിച്ചല്ല. ഇതാ നമ്മളെ പണി. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ ഭാര്യമാര് പുറത്തിറങ്ങുന്നത് എങ്ങനെയായിരിക്കണം അത് നമ്മൾ അറിയണം. പല ആളുകളെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ഗൗരവത്തിൽ പറയുന്നത്. പല പ്രാവശ്യം പറഞ്ഞിട്ടും നമ്മളെ ഈ പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങൾ പോലും ഇപ്പോഴും ചുരിദാറിട്ട് വരിക, ബാഗിൽ നിക്കാർ കുപ്പായിട്ട് വരിക, പുറത്തിറങ്ങിയിട്ടാ നിക്കാർ കുപ്പായ വെച്ചിട്ട് പഴയ ചുരിദാറുമ്പോ പോവുക. ഈ സ്വഭാവമൊക്കെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാ പെണ്ണുങ്ങൾ പറയുന്നത്. എന്താണ് ഈ ഖുത്ബയൊക്കെ കേട്ടിട്ട് കാര്യം? എന്തിനാ ഖുത്ബ മലയാളത്തിലാക്കിയത്? ഖുത്ബ മലയാളത്തിലാക്കിയത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ലേ? ഞങ്ങൾക്ക് പ്രസംഗിച്ച് പഠിക്കാൻ വേണ്ടിയല്ല. ജനങ്ങൾ ജീവിതത്തിൽ പകർത്തി മാറ്റമുണ്ടാകണം, അതിനുവേണ്ടി അത് പറയുന്നത്. ഞങ്ങളെ അഭിപ്രായങ്ങളല്ല പറയുന്നത്, ഇസ്ലാമിന്റെ കാര്യങ്ങളാ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ പെൺകുട്ടികളുടെ വേഷം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം